തിരുവനന്തപുരം കട്ടേല സർക്കാർ ട്രൈബൽ റെസിഡൻഷ്യൽ സ്കൂളിലെ മിഠായി വിതരണ വിവാദത്തിൽ പ്രതികരിക്കാതെ മന്ത്രി കെ.എ. തുളസി സംഭവസ്ഥലത്തുണ്ടായ മന്ത്രി വി മുരളീധരന്റെ പ്രവൃത്തിയെ ന്യായീകരിക്കാതെയും തള്ളാതെയും മൗനം തുടരുകയാണ്. ഇതിനിടെ മുൻ മന്ത്രിമാരായ കടകംപള്ളി സുരേന്ദ്രനും വി ശിവൻകുട്ടിയും ട്രൈബൽ സ്കൂൾ സന്ദർശിച്ചു. വരേണ്യ വർഗ്ഗബോധമാണ് വി മുരളീധരനിൽ നിന്ന് പുറത്തേക്ക് വന്നതെന്ന് കടകംപള്ളി വിമർശിച്ചു. വിഷയത്തിൽ സർക്കാർ അന്വേഷണം നടത്തണമെന്ന് മുൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ആവശ്യപ്പെട്ടു. പ്രവേശനോത്സവത്തിനിടെ കട്ടേല ട്രൈബൽ റെസിഡൻഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് മിഠായി മേശയിൽ കുടഞ്ഞിട്ട് കൊടുത്തതിൽ വിവാദം കത്തിക്കാളുമ്പോഴും മന്ത്രി കെ.എ. തുളസി മൗനം തുടരുകയാണ്. സാമൂഹിക മാധ്യമ പോസ്റ്റിലൂടെ ന്യായീകരണവുമായി വി മുരളീധരൻ രംഗത്തെത്തിയെങ്കിലും സംഭവം നേരിട്ട് കണ്ടുനിന്ന പട്ടികജാതി വികസന വകുപ്പ് മന്ത്രി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. വിവേചനപരമായ പ്രവൃത്തി നോക്കിനിന്നു എന്നാരോപിച്ച് മന്ത്രിക്കെതിരെയും വ്യാപക വിമർശനം ഉയരുമ്പോഴും വി മുരളീധരന്റെ പ്രവൃത്തിയെ ന്യായീകരിക്കാനോ തള്ളാനോ മന്ത്രി തയ്യാറായിട്ടില്ല. അതേസമയം മുൻ മന്ത്രിമാരായ കടകംപള്ളി സുരേന്ദ്രനും വി ശിവൻകുട്ടിയും സ്കൂൾ സന്ദർശിച്ചു. ക്ലാസുകൾ ആരംഭിച്ചതിനാൽ ഇരുവർക്കും കുട്ടികളെ നേരിട്ട് കാണാൻ കഴിഞ്ഞില്ല. സ്ഥലം എം.എൽ.എ. ആയ വി മുരളീധരനെതിരെ അതിരൂക്ഷ വിമർശനം ഇരുവരും ആവർത്തിച്ചു. ഉള്ളിന്റെ ഉള്ളിൽ അടിഞ്ഞുകൂടിയ വരേണ്യവർഗ്ഗബോധമാണ് വി മുരളീധരനിൽ നിന്ന് പുറത്തേക്ക് വീണത്. അയിത്തത്തിന്റെ പേരിലാണ് കുട്ടികൾക്ക് മിഠായി കയ്യിൽ വെച്ച് കൊടുക്കാത്തതെന്ന് ആരെങ്കിലും സമ്മതിക്കുമോ എന്നാണ് വി മുരളീധരന്റെ ന്യായീകരണത്തിൽ കടകംപള്ളിയുടെ പ്രതികരണം. ഇത് കേരളമാണ്. കേരളത്തിൽ വന്നിട്ട് യു.പിയിലും ബീഹാറിലും മറ്റ് സംസ്ഥാനങ്ങളിലും നടക്കുന്നത് പോലെ സവർണ മേധാവിത്വത്തിൻ്റെതായിട്ടുള്ള ഹുങ്കും അങ്ങനെയൊന്നും നടത്താനായിട്ട് ഇവിടെ പറ്റുകയില്ല. അതുകൊണ്ടാണ് ഇതൊരു ചെറിയ കാര്യമല്ല ഇതിനെ ജാതീയമായിട്ട് ഇങ്ങനെ നടക്കേണ്ട. നമ്മളാരും ഇതിനെ ജാതീയമായിട്ട് കൊണ്ട് നടക്കുന്നില്ല. കാണിച്ചത് മോശമായി പോയി എന്ന് പറഞ്ഞത്. കുട്ടികൾക്ക് മിഠായി ഡെസ്കിൽ വിതറിക്കൊടുത്തത് ചെറിയ കാര്യമല്ല. മുമ്പിവിടെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല. വികാരപരമായി അടുപ്പമുള്ള കുട്ടികളായതുകൊണ്ടാണ് കാണാൻ വന്നത്. അവരോട് കാണിച്ചത് അങ്ങേയറ്റം അനീതിയാണെന്നും വി ശിവൻകുട്ടി തുറന്നടിച്ചു. ഇവിടെ ഉണ്ടായത് തികച്ചും പ്രതിഷേധാർഹമാണ്. ഒരു മനുഷ്യനും ചെയ്യാൻ വേണ്ടി പാടില്ലാത്തതാണ്. ജാതി എന്ത് ന്യായം പറഞ്ഞാലും ജാതി വിവേചനമാണ്. അത് ഏത് കാര്യവും അതിന് പകരം നിഷേധിക്കപ്പെടാൻ വേണ്ടി കഴിയുന്ന കാര്യമില്ല. വിവാദം പുകയുമ്പോഴും സമൂഹ മാധ്യമ പോസ്റ്റ് അല്ലാതെ മാധ്യമങ്ങളെ കണ്ട് നേരിട്ടൊരു പ്രതികരണത്തിന് വി മുരളീധരൻ എം.എൽ.എ. തയ്യാറായിട്ടില്ല. ന്യൂസ് മലയാളം, തിരുവനന്തപുരം. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിന് പിന്നാലെ തൃണമൂൽ കോൺഗ്രസ് പിളർപ്പിലേക്കെന്ന സൂചന. പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഋതബ്രത ബാനർജിയെ പ്രതിപക്ഷ നേതാവാക്കാൻ വിമത എം.എൽ.എമാരുടെ നീക്കങ്ങൾ സജീവമാണ്. ടി.എം.സിയുടെ 50-ലധികം എം.എൽ.എമാർ ഏത് നിമിഷവും പാർട്ടി വിട്ടേക്കുമെന്ന് ബംഗാൾ മന്ത്രി തപസ് റോയ് അവകാശപ്പെട്ടു. ബംഗാളിലും മഹാരാഷ്ട്ര മോഡൽ കൂറുമാറ്റം ഉണ്ടാകുമെന്നാണ് 2024 വരെ ടി.എം.സി നേതാവായിരുന്ന തപസ് പറയുന്നത്. 2022 മഹാരാഷ്ട്രയിലെ ശിവസേനയ്ക്ക് സംഭവിച്ചതുപോലെ ബംഗാളിൽ 3-2 ടി.എം.സി എം.എൽ.എമാർ പാർട്ടി വിടുമെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. ഇതിനായുള്ള ചരട് നീക്കങ്ങൾ നടത്തുന്നത് ഉലുബേരിയ പൂർബയിൽ നിന്നുള്ള എം.എൽ.എ. ഋതബ്രത ബാനർജിയാണ്. മഹാരാഷ്ട്രയിൽ ഏക്നാഥ് ഷിൻഡെ നടത്തിയതിന് സമാനമായ രാഷ്ട്രീയ കരുനീക്കമാണ് ഋതബ്രതയും പയറ്റുന്നത്. ഋതബ്രതയെ പ്രതിപക്ഷ നേതാവാക്കാനാണ് ടി.എം.സിയിലെ പുതുതലമുറ നേതാക്കളുടെ നീക്കം. ടി.എം.സിയുടെ തൊഴിലാളി സംഘടനയായ INTTUCയുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു ഋതബ്രത. നേരത്തെ CPIMൽ നിന്ന് പുറത്താക്കപ്പെട്ട ഇദ്ദേഹം SFI ദേശീയ ജനറൽ സെക്രട്ടറിയായിരുന്നു. യഥാർത്ഥ ടി.എം.സി എന്ന നിലയിൽ കൂടുതൽ എം.എൽ.എമാരുടെ പിന്തുണ ഉണ്ടെന്ന് കാട്ടി ഔദ്യോഗിക പാർട്ടി ചിഹ്നവും പേരും ആവശ്യപ്പെടാനാണ് നീക്കം. അതിനിടെ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ മമതാ ബാനർജി ഓരോ ദിവസം കഴിയും തോറും രാഷ്ട്രീയമായി ഒറ്റപ്പെടുകയാണ്. ബംഗാളിലെ അക്രമ സംഭവങ്ങൾക്കെതിരെ ഇന്നലെ മമത നടത്തിയ പ്രതിഷേധത്തിൽ പാർട്ടി നേതാക്കളിൽ ഭൂരിഭാഗവും പങ്കെടുത്തില്ല. 500-ൽ താഴെ മാത്രം ആളുകൾ പരിപാടിക്കെത്തിയത്. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് വരെ മമതയുടെ കൊൽക്കത്തയിലെ ഓരോ പരിപാടിക്കും ആയിരക്കണക്കിന് തൃണമൂൽ പ്രവർത്തകർ പങ്കെടുത്ത സ്ഥലത്താണ് ശുഷ്കമായ ആൾക്കൂട്ടം. മമത പാർട്ടി രൂപീകരിച്ചപ്പോൾ മുതലുള്ള മുതിർന്ന നേതാക്കൾ മമതയ്ക്കൊപ്പം നിലയുറപ്പിച്ചിട്ടുണ്ടെങ്കിലും പുതുതലമുറ ഭിന്നാഭിപ്രായത്തിലാണ്. ഇടഞ്ഞു നിൽക്കുന്ന ടി.എം.സി എം.എൽ.എമാരുടെയും എം.പിമാരുടെയും നിലപാട് പാർട്ടിയുടെ ഭാവി തന്നെ നിർണയിക്കുന്ന സാഹചര്യമാണ് ബംഗാളിലുള്ളത്. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.